നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം അപേക്ഷിച്ചവരിൽ 14 പേർക്ക് പൗരത്വം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് അപേക്ഷിച്ച ആദ്യ സംഘത്തിന് പൗരത്വ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡൽഹി സെൻസസ് ഓപ്പറേഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവർക്ക് പൗരത്വം നൽകാൻ തീരുമാനിച്ചത്. ഈ വർഷം തന്നെ പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദു, സിഖ്, പാർസി, ബുദ്ധ, ജൈന, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കും. എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരെയും ശ്രീലങ്കൻ അഭയാർത്ഥികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മാർച്ച് 11-നാണ് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു CAA നടപ്പാക്കുമെന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CAA ബിജെപി മുഖ്യ പ്രചരണം ആയുധമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് പൗരത്വ നിയമം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. അതേസമയം CAA പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരും മുസ്ലിം ലീഗും ഇടത് പാർട്ടികളും അടക്കം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. 236ഓളം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത്. 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പരാജയം നല്ല രീതിയിൽ ബിജെപിക്കുണ്ട്. പോളിംഗ് ശതമാനത്തിലെ കുറവാണ് ബിജെപിയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നതും. തങ്ങളുടെ കരുത്തുറ്റ സംസ്ഥാനങ്ങളിൽ പോലും വൻ തിരിച്ചടിയാണ് ഏൽക്കാൻ പോകുന്നത് എന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്.